വെൽക്കം ടു ഈസി മാത്സ്. ഇന്ന് നമ്മൾ +1 റേഡിയനും ഡിഗ്രിയും തമ്മിലുള്ള കൺവേർഷനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. എൻ്റെ കുറച്ച് സ്റ്റുഡൻസ് സംശയം ചോദിക്കാറുണ്ട്, ഈ π/180 കൊണ്ടാണോ ഇൻഡു ചെയ്യണ്ടേ, 180/π കൊണ്ടാണോ ഇൻഡു ചെയ്യണ്ടേ, എങ്ങനെയാ അത് അറിയുക, ഇത് തിരിച്ചറിയാം, എങ്ങനെ ഓർമ്മിക്കുക, എന്താ അതിന് എന്തെങ്കിലും ഒരു ഷോർട്ട് കട്ട് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു ചെറിയൊരു ട്രിക്കാണ് ഇന്ന് പറഞ്ഞു തരുന്നത്. നമുക്കറിയാം, ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 ഡിഗ്രി ഈക്വൽ ടു പൈ റേഡിയൻ ആണ് അല്ലെ. അപ്പോ ഡിഗ്രി എന്ന് പറയുന്നതിൽ പൈ എന്ന് പറഞ്ഞ സാധനം വിസിബിൾ അല്ല, പൈ എന്ന് പറഞ്ഞ നമ്പർ വിസിബിൾ അല്ല. ഡിഗ്രി റേഡിയനിലാണ് പൈ വിസിബിൾ ആയിട്ടുള്ളത്. അപ്പോ ഡിഗ്രിയെ റേഡിയൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ, ഡിഗ്രി മെഷറിനെ റേഡിയൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ π/180 കൊണ്ട് ഇൻഡു ചെയ്യാം. എന്നാലല്ലേ റേഡിയനില് ന്യൂമറേറ്ററിൽ എന്ത് വരുള്ളൂ, പൈ വരുള്ളൂ. അപ്പോ ഇത് എന്ന് പറയുന്നത് റേഡിയൻ ആയിരിക്കും. അപ്പൊ എന്താ ഓർമ്മിക്കേണ്ട കാര്യം, ഡിഗ്രി ഇൻറ്റു π/180. എങ്ങനെയാ ഓർമ്മിക്കുക, ന്യൂമറേറ്ററിൽ പൈ വരണം. റേഡിയൻ മെഷറില് ന്യൂമറേറ്ററിലാണ് പൈ ഉള്ളത്. അപ്പൊ നമ്മള് റേഡിയൻ ആക്കണമെന്നുണ്ടെങ്കിൽ, ഡിഗ്രിയെ റേഡിയൻ ആക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, π/180 കൊണ്ട് ന്യൂമറേറ്ററിൽ പൈ വരുന്ന എലിമെന്റ് കൊണ്ട് ഇൻഡു ചെയ്യാം. അപ്പൊ ഇതിന്റെ തിരിച്ചായിരിക്കുമല്ലോ മറ്റേതുണ്ടാവുക. അപ്പോ റേഡിയനെ ഡിഗ്രി ആക്കാനാണെങ്കിൽ റേഡിയൻ ഇൻറ്റു 180/π ചെയ്താൽ മതി. ഇപ്പൊ ഇതാണ് എന്ത് വരിക, ഡിഗ്രി വരിക. അപ്പൊ ഇതൊരു ചെറിയൊരു ട്രിക്കാണ്, ഒന്ന് ഓർമ്മിച്ചു വെച്ചോളൂ. ദെൻ അടുത്ത എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൺവേർഷൻ തന്നെയാണ്. കൺവേർഷൻ കുറച്ചു പേർക്ക് സംശയമുണ്ട്, അതങ്ങോട്ട് മുഴുവനായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഡിഗ്രി കഴിഞ്ഞ് മിനിറ്റ് ആക്കി, പിന്നെ സെക്കൻഡ് ആക്കി, അതെങ്ങനെയാ ചെയ്യണേ, ആ ഡിവിഷൻ എങ്ങനെയാ വരണേ, ഇങ്ങനത്തെ സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് പറഞ്ഞു തരാം. 6 റേഡിയൻ എന്ന് പറയുന്നതിനെ ഡിഗ്രിയിലേക്ക് മാറ്റാൻ പോവാണ്. അപ്പൊ ഡിഗ്രിയിലേക്ക് മാറ്റുമ്പോഴേ മിനിറ്റും സെക്കൻഡും ഒക്കെ വരുന്നുള്ളൂ. റേഡിയനിലേക്ക് മാറ്റുമ്പോൾ ഈ വക പ്രശ്നങ്ങളൊന്നുമില്ല. ഡിഗ്രിയിലേക്ക് മാറ്റുമ്പോഴാണ്, റേഡിയൻ തന്നത് ഡിഗ്രിയിലേക്ക് മാറ്റുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നം വരുന്നത്. അപ്പോ 6 റേഡിയനെ ഡിഗ്രി ആക്കണമെങ്കിൽ ഏതുകൊണ്ട് ഇൻഡു ചെയ്യണം, എന്തായാലും 180/π കൊണ്ടാണ് ഇൻഡു ചെയ്യേണ്ടത്. അപ്പൊ ഇൻഡു ചെയ്യുക 6 ഇൻറ്റു, എങ്ങനെയാ ഇൻഡു ചെയ്യുക, പൈയെ മാറ്റിയിട്ട് വേണ്ട ഇൻഡു ചെയ്യാനായിട്ട്. പൈ എന്ന് പറയുന്നത് എന്താണ്, 22/7 ആണ്. 22 താഴെയും 7 മുകളിലുമാണ് ചെയ്യേണ്ടത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവും, നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. അപ്പോ ഇതിനെ ഇൻഡു ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും നോക്കൂ, 3/11 വരും. ഒന്ന് ചെറുതാക്കി അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് ഇനി ഹോൾ ഇൻഡു ചെയ്ത് നമുക്ക് കിട്ടുന്ന നമ്പർ എന്താണെന്ന് നോക്കിക്കോളൂ. 3780/11 ആണ്. 3 × 180 × 7/11. ഇനിയാണ് നമ്മൾ ഈ കൺവേർഷന്റെ പ്രോസസ്സ് ചെയ്യാൻ തുടങ്ങുന്നത്. കുറച്ചധികം പ്രോസസ്സ് ഉണ്ട്. ആദ്യം എന്ത് ചെയ്യുക, 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 3780നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 343 ടൈംസ് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ട് ബാക്കി വരുന്നത് അതിന് ഡിഗ്രി ഇട്ടു. കംപ്ലീറ്റ് ആയിട്ട് പോകുന്നതിന് ഡിഗ്രി ഇടുക. ദെൻ പിന്നെ കംപ്ലീറ്റ് ആയിട്ട് പിന്നെ ഇൻറ്റു 60 ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പോകുന്നതിനെ മിനിറ്റ് ഇടുക. പിന്നെയും ഇൻറ്റു 60 ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പോകുന്നതിനെ സെക്കൻഡ്സ് ഇടുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. 343 ഡിഗ്രി പ്ലസ് ഇനി ബാലൻസ് വരുന്നത് ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 7 ആണ് വരുന്നത്. അപ്പോൾ 7/11 വരും. അതിനെ എന്ത് ചെയ്യണം, ഇൻറ്റു 60 ചെയ്യണം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പില് 343 ഡിഗ്രി പ്ലസ് 420/11 ആണ് വരിക. ഇതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 420ല് 42ല് 3 ടൈംസ് പോവും. ദെൻ 8 ടൈംസ് പോവും. ഇനി ബാക്കി വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ ഇതെന്താണ്, ഇത് സെക്കൻഡ്സ് ആണ്, സോറി മിനിറ്റ് ആണ്. ദെൻ ഇനി ബാക്കി വരുന്ന നമ്പറിനെ, ഇവിടെ ബാലൻസ് വരുന്ന നമ്പറിനെ നമ്മൾ 2 ആണ് വരിക. അതിനെ എന്ത് ചെയ്യുക, ഇൻറ്റു 60/11 ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് വരും, ഇനി ആദ്യം ഇതൊക്കെ എടുത്ത് എഴുതാം. 343 ഡിഗ്രി പ്ലസ് 38 മിനിറ്റ് പ്ലസ് 120/11 ആണ് വരുന്നത്. ഇനിയും കഴിഞ്ഞിട്ടില്ല. 120യെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10.9 വരും. ഇനി നമുക്ക് സെക്കൻഡ്സ് വരെ നമ്മൾ മാറ്റുന്നുള്ളൂ. സെക്കൻഡ്സ് വരെ കഴിഞ്ഞാൽ അവിടെ നിർത്തുകയാണ്. അപ്പൊ ഈ 10.9 ഹോൾ നമ്പർ അല്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്യാം, 10.9നെ തൊട്ടടുത്തുള്ള ഹോൾ നമ്പർ ആയിട്ടുള്ള 11ലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് ആൻസർ എങ്ങനെ എഴുതാം, 343 ഡിഗ്രി പ്ലസ് 38 മിനിറ്റ് പ്ലസ്
11 seconds. ഈ പ്ലസ് വേണ്ട, അതിനെ ഒഴിവാക്കിയാൽ എങ്ങനെ എഴുതാം? 343 ഡിഗ്രി 38 മിനിറ്റ് 11 seconds. ഇതാണ് 6 റേഡിയനെ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്താൽ കിട്ടുന്ന ഫൈനൽ ആൻസർ. Hope you enjoyed this video. See you again in the next video. Okay, bye.